ഇത് രാത്രി സമയമാണ്. ലക്കീന് ഇപ്പോൾ രാത്രി മാത്രമാണ് നമ്മൾ അഴിച്ചു വിടുന്നുള്ളത്. അപ്പോൾ രാത്രി അഴിച്ചു വിട്ടാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ദൂരേക്കൊന്നും പോവില്ല, ആരുടെ വണ്ടിയുടെ സൗണ്ടൊന്നും കേൾക്കില്ല. അപ്പോൾ നമ്മൾ അഴിച്ചു വിട്ടാലും അവൻ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. അപ്പോൾ ഇന്നാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. ചന്നം പിന്നെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആൾക്കാണെങ്കിൽ മഴ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. വെള്ളം ഒരു തുള്ളി പോലും മേലെ വീഴുന്നത് ഇഷ്ടമല്ല കേട്ടോ. കുളിപ്പിക്കണത് തന്നെ ഭയങ്കര പാടുപെട്ടിട്ടാണ്. കുളിക്കാമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചാൽ അവൻ എങ്ങോട്ട് ഓടിയെന്ന് ചോദിച്ചാൽ മതി. അത്ര മടിയാണ് വെള്ളം മേത്തേക്ക് വീഴുന്നത്. അപ്പോൾ ഈ നോക്കി നിൽക്കണതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കേണ്ട ഇടയ്ക്കൊന്ന് അവന് പുറത്തേക്ക് ഇറങ്ങി നോക്കും. അപ്പോൾ ഓരോ തുള്ളി മേലേക്ക് വീഴുമ്പോൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് കയറിപ്പോരും. വീണ്ടും അതുപോലെ ചെന്ന് നോക്കി നിൽക്കും. വെള്ളം വീഴുമ്പോൾ തിരിച്ചു വരും. ഇത് തന്നെയാട്ടോ. ആകെ തിക്കുമുട്ടി കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചീവീടുകളുടെ ശബ്ദമുണ്ട്, തവളയുടെ കരച്ചിലുണ്ട്. ആകെ കൂടെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നോക്കണണ്ട നമ്മൾ വിചാരിക്കും. നമ്മൾ നോക്കൂട്ടോ, അവൻ്റെ നോട്ടം കാണുമ്പോഴേക്ക് അവിടെ എന്തോ നിൽക്കണ പോലെയാണ് നോക്കുക. തലയൊക്കെ പൊക്കി നോക്കും, ഇടയ്ക്കൊന്ന് ഇങ്ങനെ കുമ്പിട്ട് നോക്കും. അപ്പോൾ ഞാനും വിചാരിക്കണേ എന്തിനെങ്കിലും കണ്ടിട്ടാണാവോ നോക്കുന്നത്. എവിടെ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ എന്താ പറയുക, നമ്മളെയും കൂടി പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ആക്ഷൻ, അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് പോയി എൻ്റെ ചെടിച്ചട്ടിയുടെ ഉള്ളിലും പോയി നോക്കുന്നുണ്ട് കേട്ടോ. തവളയെങ്ങാനും അതിൻ്റെ ഇടയിൽ ഇരിക്കണ്ടോയെന്ന് അറിയണമല്ലോ. എന്നിട്ട് അകത്തേക്ക് വന്ന് കിടക്കാൻ വേണ്ടി നോക്കും. എന്നിട്ടും സമാധാനമില്ല. വീണ്ടും വാതിക്കലേക്ക് ഇങ്ങനെ എത്തിച്ചു വന്ന് നിൽക്കുകയാണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഓടിപ്പോയി നോക്കി. അപ്പം മഴവെള്ളം വീണപ്പോൾ തിരിച്ച് വീണ്ടും അകത്തേക്ക് കയറി വന്നു കേട്ടോ. അപ്പോൾ ലക്കിയുടെ ഒരു അവസ്ഥ നോക്കണേ. എങ്ങനെ നടന്നിരുന്ന ചെക്കനാ, ഫുൾ ടൈം സ്വാതന്ത്ര്യത്തോടെ നടന്നിരുന്ന ചെക്കനാണ് ഇത്.